ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ. കഴിഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മൾ പ്ലേലിസ്റ്റിലുണ്ട്. നമ്മൾ സെക്കൻഡ് സെക്ഷനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി shall cause to be audited by a team of auditors appointed by dash. അപ്പോൾ എല്ലാ സഹകരണ സംഘങ്ങളും എന്ത് ചെയ്യണം? ടീം ഓഡിറ്റേഴ്സിനാൽ ഓഡിറ്റ് ചെയ്യപ്പെടണം അല്ലേ. ആരാണ് ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ. ഓപ്ഷൻ എ പറയുന്നു ജനറൽ ബോഡി അല്ലേ. ഓപ്ഷൻ എ പറയുന്നു എന്താണ്? ജനറൽ ബോഡി അല്ലെങ്കിൽ പൊതുയോഗം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞു സംഘത്തിന്റെ ഭരണസമിതി അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ സിയിൽ പറയുന്നു ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു രജിസ്ട്രാർ. അപ്പം ആര് അപ്പോയിന്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ കൊണ്ടാണ് എല്ലാ സംഘവും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പം അമെന്റ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഈ അമെന്റ്മെന്റ്സുകളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പരിശോധിക്കാം അല്ലെ, ഉത്തരം പരിശോധിക്കാം. എന്താണ് വരിക? ജനറൽ ബോഡിയാണോ, മാനേജിംഗ് കമ്മിറ്റിയാണോ, DCA ആണോ, അല്ലെങ്കിൽ രജിസ്ട്രാർ ആണോ നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് ഇവിടെ ആൻസർ വരിക? ഓപ്ഷൻ സി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ആൻസർ വരിക അല്ലേ. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ടീം ഓഡിറ്റിനെ കൊണ്ട് ടീം ഓഡിറ്റ് എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് മനസ്സിലാക്കണം. എവിടെയാണ്? റൂൾ ഓർത്ത് വെക്കണം. ഇതിവിടെ റൂൾ 2AI കേട്ടോ. റൂൾ 2AI ഓഡിറ്റ് ടീമിനെ കൊണ്ട് അല്ലെ ഓഡിറ്റ് ടീമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. റൂൾ 2AI ഓഡിറ്റ് ടീമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് പറയുക, ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ എന്താ പറയുക, സെക്ഷൻ ഓർത്ത് വെച്ചേക്കുക, അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63. ഇതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് ചോദിക്കാം റൂൾ 2AI കേട്ടോ. റൂൾ 2AI ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ടീമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്, മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63 എന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ടീം ഓഫ് ഓഡിറ്റേഴ്സ് ടീം ഓഡിറ്റ് നമുക്ക് ചോദിക്കാം. അപ്പൊ പണ്ട് ഒരു തവണ ചോദിച്ചാണ് ഓഡിറ്റ് മാനുവൽ അല്ലെ. ഓഡിറ്റ് മാനുവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1983 ആണ്. 1983 ഓഡിറ്റ് മാനുവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ ടീം ഓഡിറ്റ് വന്ന വർഷം കൊണ്ട് ഓർത്ത് വെച്ചേക്ക് 1988 എന്ന് ഓർത്ത് അങ്ങോട്ട്. ഓഡിറ്റ് മാനുവൽ 1983 ആണ്. ടീം ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ വർഷം 1988 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഈ ഫുൾ 3 സ്റ്റേറ്റ്മെന്റും നമ്മൾ വായിച്ച് നോക്കുക. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില കുട്ടികൾ നേരെ ഓപ്ഷനിലേക്കൊക്കെ നോക്കും. നമ്മളിപ്പോൾ ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുകയോ വേണ്ട, ഓപ്ഷൻസ് നിങ്ങളങ്ങ് വിട്ടേരും. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഓപ്ഷൻസിലേക്ക് ഇപ്പോൾ പോകണ്ട, അത് അവിടെ നിന്ന് കിടക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നോക്കുക. എന്താണ് ഇവിടെ വന്നേക്കുന്നത്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. വേണ്ടേ? ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കാതെ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പരീക്ഷകൾക്കൊന്നും സ്റ്റേറ്റ്മെന്റ്, ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, സെക്ഷൻ 65 ഇൻക്വയറി മേ ഇൻക്ലൂഡ് മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. അവിടെ രണ്ടാമത് പറയുകയാണ്, സെക്ഷൻ 65 ഇൻക്വയറി ഇസ് ഓൺലി എ ഫാക്ട് ഫൈൻഡിങ് ഇൻക്വയറി. ഒരിക്കലും അല്ല അല്ലേ. ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ സെക്ഷൻ 65 ഇൻക്വയറി മേ ഇൻക്ലൂഡ് മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. സംഘത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും? സെക്ഷൻ 65 ഇൻക്വയറിയിൽ ഉൾപ്പെടുത്തുന്ന പറയുക. സെക്ഷൻ 65 ഇൻക്വയറി മേ ഇൻക്ലൂഡ് മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. ശരിയല്ലേ?
ശരിയാണ്, ഒരു സംശയമാണ്. സെക്ഷൻ 65 ഇൻക്വയറി പ്രകാരം നമ്മൾ സംഘത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഇൻക്വയറി ചെയ്യും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 2, സെക്ഷൻ 65 ഇൻക്വയറി ഈസ് ഓൺലി എ ഫാക്ട് ഫൈൻഡിങ് ഇൻക്വയറി. ഒരിക്കലും അല്ല, അത് ഡീറ്റെയിൽഡ് ആണ്. നമ്മളെപ്പോഴും ഈ ഒരു ഇൻക്വയറി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ? കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. കുറച്ച് കാര്യങ്ങളാണ് വളരെ വിശദമായി മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞ സെക്ഷൻ 65 ഇൻക്വയറി ഈസ് ഓൺലി എ ഫാക്ട് ഫൈൻഡിങ് ഇൻക്വയറി. അപ്പോൾ തന്നെ അറിയാം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 3 പറയാണ്, ഇഫ് ദി ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 റിവീൽസ് എനി ഡിഫക്ട് ദ ഇൻക്വയറി ഓഫീസർ shall prepare a detailed inquiry report with quantification of individual liability. മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഈ എൻക്വയറി നടത്തിയപ്പോൾ മനസ്സിലായി അല്ലേ, റിവീൽസ് എനി ഡിഫക്ട്, അതായത് ഈ എൻക്വയറി നടത്തിയപ്പോൾ അവിടെ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ അല്ലേ, എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സംഘത്തിൽ പോയിട്ട് ഇൻക്വയറി നടത്തുന്നു. അങ്ങനെ ഇൻക്വയറി നടത്തുന്ന സമയത്ത് നമുക്കവിടെ എന്തെങ്കിലും ഡിഫക്ട് ഫീൽ ചെയ്യുകയാണ്, എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെന്ന് മനസ്സിലാകുകയാണെങ്കിൽ ആ ഇൻക്വയറി നടത്തുന്ന ഓഫീസർ ആരാണ്? ഇൻക്വയറി ഓഫീസർ. ഇൻക്വയറി ഓഫീസർ എന്ത് ചെയ്യണം? ഷാൽ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് ഇൻക്വയറി റിപ്പോർട്ട്. ആ ഇൻക്വയറി നടത്തുന്ന ഓഫീസർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം വിത്ത് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ലയബിലിറ്റി. ഓരോരുത്തർക്കും എത്രത്തോളം ബാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും എന്തൊക്കെയാണ് ഡിഫക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, എന്തൊക്കെയാണ് അവിടെ കള്ളത്തരം കാണിച്ചിട്ടുള്ളത് അല്ലേ, അതാണ് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇൻക്വയറി നടത്തുമ്പോൾ ഓരോരുത്തർ ഇന്ന കള്ളത്തരം അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുക. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ, ഒരു സംശയം വേണ്ട. കാരണം അത് തന്നെയാണ് അവിടെ വരുന്നത്. ഇൻക്വയറി പ്രോപ്പറായിട്ട് നടത്തി നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം അതും ശരിയാണ്. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണോ? ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഒരിക്കലും ഇത് എന്താ പറയുക, ഓപ്ഷൻ നോക്കി എഴുതാൻ പോകരുത്. നമ്മളെപ്പോഴും ഇത് വായിച്ചിട്ട് നമ്മളെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ശരിയാണ് ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, ഇൻറ്റു വിടുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം നോക്കിയേ, 1, 3 ശരിയായിട്ട് വന്നത്. ഓപ്ഷൻ എയിൽ പറയുന്നു 1, 2, 3 അല്ല. ഓപ്ഷൻ ബിയിൽ പറയുന്നു 1, 3 ശരിയല്ലേ. ഓപ്ഷൻ സിയിൽ പറയുന്നു 2, 3. ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1, 2. ഏതാ ആൻസർ വരിക? 1, 2, 3 കണ്ടോ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിൽ വേണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ഇപ്പൊ ഇൻക്വയറി ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ആരാണ് ഇൻക്വയറി നടത്തുക പറയുന്നുണ്ട്. സെക്ഷൻ 65 ഇൻക്വയറിയെ കുറിച്ച് പറയുന്നത്. രജിസ്ട്രാർ സ്വമേധയായോ അല്ലെങ്കിൽ DCAയുടെ റിപ്പോർട്ടിന്മേലോ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ മജോറിറ്റി ഓഫ് മെമ്പേഴ്സിന്റെയൊക്കെ അപേക്ഷയിന്മേലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇൻക്വയറി നടത്താറുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിന്റെയൊക്കെ അപേക്ഷയിന്മേൽ അവിടെ ഇൻക്വയറി നടത്താറുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻക്വയറി സാധാരണയായിട്ട് എത്ര നാളോട് കംപ്ലീറ്റ് ചെയ്യണം? സാധാരണയായിട്ട് 4 മാസം കൊണ്ടാണ് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം 7ഓളം സബ്സെക്ഷനുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുമാണ് കേട്ടോ. വളരെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ബാക്കി ക്ലാസ്സസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പുതിയ പരീക്ഷാ ഡേറ്റുകളൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരും പഠനം ഒന്ന് ഉഷാറാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെയൊക്കെ ക്ലാസ്സസ് സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, നമ്മളെന്നും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.